ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ പ്രേംദാജിയുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഇ വി കുഞ്ഞിനെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഗിരീഷ് കുമാർ, ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മഹത് വ്യക്തികളെ, സഹോദരി സമൂഹങ്ങളെ, കുടപ്പുറപ്പുകളെ, നല്ലവരായ നാട്ടുകാരെ, സമയം വളരെ വൈകിയിരിക്കുകയാണ്. ദ്രാവിഡ ഐക്യമന്യയുടെ പ്രവർത്തനം കോട്ടയം ജില്ലയിൽ എവിടെ ചെന്നാലും സമ്മേളനവും ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വളരെയേറെ ജനബാഹുല്യം സംഘടനയിൽ അവിടെ കുറേ കുടുംബങ്ങൾ ഏറെ ഉള്ളതുകൊണ്ടുണ്ടാകുമ്പോൾ മറ്റുള്ള ജില്ലകളിൽ അത് 1, 2, 3 കുടുംബമായി ചുരുങ്ങി പോകുന്നതിൻ്റെ ഒരു വളരെ കുറവ് നമ്മുടെ ഈ സമ്മേളനത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഫലമായാണ് അതുമൂലം ദ്രാവിഡ ഐക്യമന്യയുടെ വിഭജന വിഭാഗം 4 ചെറുപ്പക്കാർക്ക് കൂടിയാണ് ഇപ്പോൾ ഈ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാസമായി അവർ വരികയും ഈ ആശയങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുകയും ഇവിടെയുള്ള പ്രഗത്ഭരായ വ്യക്തികളെയൊക്കെ കാണുകയും ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടാനൊക്കെ ദ്രാവിഡ ഐക്യമന്യ തീരുമാനിച്ചതിന് കാരണം തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അറിവ് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കേരളത്തിൽ എത്തപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വൻ ജനബാഹുല്യമുള്ളപ്പോൾ നമുക്കിത് കുറവാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വളരെ വലുതായതുകൊണ്ട് നമുക്കിത് സമൂഹത്തെ അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ ഈ സത്യത്തെ പറ്റി നമ്മൾ എന്താണെന്ന് പറഞ്ഞേ പറ്റൂ. എൻ്റെ കർത്തവ്യം ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ ശബ്ദം ശ്രമിച്ചെടുക്കുന്ന അധികൃതവർഗരായ സഹോദരി സഹോദരങ്ങളെ, കൂടപ്പുറപ്പുകളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ചരിത്രങ്ങളും പഠിക്കുന്നവരാണെങ്കിൽ കുറേ കാര്യമുണ്ടായിരിക്കും. കാലാകാലങ്ങളായി അധികൃത വർഗങ്ങൾക്ക് അല്ലെങ്കിൽ പട്ടികവർഗങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായതും അവർക്കൊരുവിധം വിദ്യാഭ്യാസം കിട്ടിയതെല്ലാം മിഷണറിമാരുടെ വരവോടുകൂടിയാണെന്നുള്ള ഒരു മൂഢമായ വിശ്വാസം കൊണ്ടാണ് പലപ്പോഴും ക്രിസ്തുമതത്തിന്റെ എല്ലാം പുറകെ ചേക്കേറിപ്പോയി കുറെ പേർ ഇപ്പോഴും ഹിന്ദുമതത്തിന് പുറകെ നിന്നും ഇത് ഈ ശിഥിലമാക്കപ്പെട്ട അവസ്ഥയിൽ ഇന്നും നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ നമുക്കായി പ്രവർത്തിച്ചിട്ടുള്ള നിറയെ മഹാന്മാരുണ്ടെന്നും അവരുടെയൊക്കെ ജീവിതം കൊണ്ടാണ് നമ്മൾ പട്ടികവർഗങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും സമൂഹത്തിൽ ഉന്നമനത്തിലെത്താൻ കഴിഞ്ഞെന്നുള്ള തിരിച്ചറിവ് ഈ കുടപ്പുറപ്പുകൾക്ക് പലപ്പോഴും ഇല്ലാതായി വരുന്നതാണ് നമ്മുടെ ഈ ശോഷണമായ അവസ്ഥയ്ക്ക് എപ്പോഴും കാരണം. പ്രാവീണ്യ ശ്രീകൃഷ്ണ പൊയ്യ തിരുവിജയ സഹരായ തിരുമേനികൾ ഭാരതത്തിലുള്ള മുഴുവൻ അടിമസന്ധകളുടെയും മുൻപിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം അവർക്ക് മനസ്സിലാവുന്ന പോലെ പലപരമായ ചെറിയ പാട്ടുകളായും കവിതകളായൊക്കെ അവരോട് ആ കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലളിതമായ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കൂടുതലായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ തന്നെയാണ് നമ്മുടെ ചെയർമാൻ പ്രസംഗിച്ചപ്പോൾ ഇപ്പോൾ ശുദ്ധമായ രീതിയിൽ സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇത്രയേറെ ശുദ്ധമാവുകയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇത്രയേറെ ലളിതമായ അവസ്ഥയിൽ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഈ അധികൃത വർഗങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ഒരു വികാരം കൊണ്ടാണ് അദ്ദേഹം അത്രയും പ്രക്ഷുബ്ധമായി സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തിരുമേനികളാണെങ്കിലും ഇപ്പം അതറിവില്ലാത്ത അല്ലെങ്കിൽ വിജയ സഹരായ തിരുമേനികളെ പറ്റി അറിവില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായി ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ദ്രാവിഡ ഐക്യമന്യയെ ആശ്രയിക്കേണ്ടത് എന്നതിനെ പറ്റി 1-2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. തിരുമേനികളൊരു ഞങ്ങൾ പഠിപ്പിച്ച് എനിക്ക് ചെറുപ്പകാലങ്ങളിലേക്ക് പാടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചിട്ടുണ്ട്. വർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹം വർദ്ധസാരഥി വർമ്മയും ഞാനത് മനസ്സിൽ കണ്ടപ്പോൾ അദ്ദേഹം അങ്ങനെ ആ വരികൾ തന്നെ പാടിയത് കേട്ട്. അപ്പൊ നമ്മളെപ്പോഴും പറയും ജാതീയം മതത്തിന്റെ ഉപരി ജാതീയമല്ലാത്ത സ്നേഹം വരെ വാരി വിതറിയ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി
ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ സർവരും സോദരംഗമാകുന്ന മാതൃകസ്ഥാനമാണിത് എന്ന് അദ്ദേഹം പാടി പഠിപ്പിച്ചു. അപ്പം വർമ്മ സാറോട് പറയുകയുണ്ടായി. അതുപോലെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരിൽ സുഖത്തിനായി വരണം എന്നെല്ലാം മാനവർ തന്നിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പാടി പഠിപ്പിക്കുമ്പോഴും തിരുമേനികൾ ഞങ്ങളെ പാടി പഠിപ്പിച്ച 2 വരികളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഹരിജനെ മാറ്റി നിർത്തി സ്വന്തം ജാതികൾക്കുപദേശമോദാൻ നാണുഗുരു വന്നു പോയി നമുക്കാണെന്നു ചിന്തിക്ക വേണ്ട. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയും നമ്മളെ എന്ത് ചെയ്തില്ല, ചേർക്കപ്പെട്ടില്ല. ഇപ്പൊ നന്ദഗോപന്റെയും യശോദയുടെയും മകനെ ബാല്യകാലങ്ങളിൽ ശ്രീകൃഷ്ണൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. അങ്ങനെ അദ്ദേഹം മുൻപോട്ട് വന്നിരുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും അദ്ദേഹത്തിന്റെ രീതിയിൽ ചെറുതുനിൽപ്പിനോട് തോൽപ്പിച്ചപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ ഒരു സംരക്ഷകനായി തോന്നിയതുകൊണ്ടാണ് കൃഷ്ണനെ അവരിൽ കൂട്ടി. പക്ഷെ ആ കാര്യം തിരുമേനി നമ്മളെ പാടി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: കാലിക്കു കൂട്ടാളി കൃഷ്ണൻ കാലിമേക്കുവാൻ വന്നവർ ഈശൻ. ഇവര് വധകൃതർക്ക് ദൈവമായോ? കൃഷ്ണനും ഇല്ല. പിന്നെയും നമ്മുടെ മുഹമ്മദ് നബിയുടെയാണ് അല്ലമീൻ അലഹംദുലില്ലാ അവരും പാടി അവരുടെ. പക്ഷേ തിരുമേനി എപ്പോഴും നമ്മളെ പാടി പഠിപ്പിച്ചനാ. മക്കയിൽ നിന്നോടിച്ചോടി മദീനയിലെത്തിയ മുഹമ്മദ് ദൈവമാണെന്നു കരുതാൻ ഞങ്ങൾ ദൈവമക്കൾ തയ്യാറല്ല. പിന്നെയും വന്നിട്ടുള്ള ഹിന്ദുമതങ്ങൾ ആരും അപ്പൊ ചാതുർവർണ്ണ്യത്തെ പുലർത്താൻ വന്ന ശങ്കരനാചാര്യനല്ല, ബ്രാഹ്മണർക്കു ഭൂമി നൽകാൻ വന്ന പരശുരാമൻ ദേവനല്ല. അപ്പം പിന്നെയും നമ്മൾ ക്രിസ്തുമതമാണ് ഒരുവിധം നമ്മളെ സ്വീകരിച്ചെങ്കിൽ പറയുക പോലും വൈകാരപ്പച്ചൻ വളരെ കാര്യമായ അതെന്താണ് ഈ ക്രിസ്തുമതം നമ്മുടെ മുന്നോട്ട് വെച്ചതെന്ന് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതെന്താന്ന് വെച്ചാൽ, പറയാനൊരു പള്ളി ഉദയനൊരു പള്ളി ഇവിടത്തക്കാരൻ വരയ്ക്കാൻ്റെ പള്ളി, ഈ പള്ളിയോട് പള്ളി നിരന്നിങ്ങി വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. കാരണം പള്ളിയിൽ ചെന്നിട്ടും പിന്നെയും അവിടെ അധികൃതരിൽ നിന്ന് പറയുന്ന പള്ളിയിൽ വല്ല വെവ്വേറെ പള്ളികളായി പോയപ്പോൾ അവിടെയും വ്യത്യാസമൊന്നും കാണില്ല. അങ്ങനെയാണ് പ്രാഥമിക ശ്രീ കമ്മീഷണർ വിജയ സഭാരാജ്ഞികൾ അധികൃതർക്കിടയിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വളരെ ലളിതമായി പാട്ടുകളിലൂടെയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചത്. ഈ മുട്ടത്തെ ഈ സ്ഥലത്ത് ശ്രമിക്കുന്ന അധികൃത വർഗങ്ങളെ കൂടപ്പറപ്പുകളെ നിങ്ങൾ ഈ നോട്ടീസ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരിക്കും. ഇപ്പൊ അദ്ദേഹം പേരുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാജ് മോഹൻ തമ്പുരാൻ, പ്രേംനാഥ് ജി രാജ്, റാണി നമ്രത. സ്വരാജ്യങ്ങൾ വാർത്തെടുക്കുകയായിരുന്നു, ഒരു വലിയ സംസ്കാരത്തിന് വാർത്തെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഇതിനു മുമ്പ് പ്രസവിച്ചു പോയ അദ്ദേഹം ചോദിച്ചു, ഒരു സംസ്കാരമുള്ളവരാവണം, ഒരു തലമുറയുള്ളവരാവണം, ഒരു വിദ്യാഭ്യാസം ഉള്ളവരാവണം, എന്തുകൊണ്ടാവുന്നില്ല എന്നുള്ള കാര്യം മാത്രം ആരും പറയുന്നില്ല. അത് പറയാൻ വന്ന ആളാണ് തിരുവിജയ സഭാരാജ് തിരുമേനികൾ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിദ്യാഭ്യാസം നേടണം, അതിനൊപ്പം നിങ്ങൾ ആരായി മാറണം? ഒരു ആദിദ്രാവിഡ സംസ്കാരത്തിന്റെ ഉടമകളായി മാറണം. ആ ആദിദ്രാവിഡ സംസ്കാരത്തിന്റെ ഉടമകളായി മാറാനായിട്ടാണ് അദ്ദേഹം വിഷം, ഭാഷ, ചിന്ത, ആരാധന, ധ്യാനം, ജനനം ഇങ്ങനെ തുടങ്ങി 10 കൽപ്പനകൾ ഇപ്പൊ ഈ നോട്ടീസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രാപിച്ചുകൊടും ഈ നോട്ടീസിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആപ്തവാക്യം കൊടുത്തിട്ടുണ്ട്. പ്രാപിച്ചു കുടുംബവർഗങ്ങളെ നിങ്ങൾ സംഘടിക്കുവാൻ, നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളത് വേതനമല്ല സർവാധിപത്യവും ഭരണവും അത്രയെന്ന് അതൊക്കെ പറയുന്നു. നിങ്ങൾക്ക് രാജാക്കന്മാരും റാണികളും ആവാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ സഭരാജ്ഞിക സംഘത്തിൽ അംഗങ്ങളാവുക. നിങ്ങൾക്ക് പ്രഭുക്കന്മാരും ചക്രവർത്തിമാരുമായി വരുന്ന തലമുറയിൽ ഈ രാജ്യത്തിന്റെ ഉടമകളായി മാറാൻ താല്പര്യമുണ്ടോ? അവർക്ക് DCF എന്ന് പറഞ്ഞ സംഘടന നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ നഷ്ടപ്പെട്ടു പോയ ആർഷഭാരത സംസ്കാരം വീണ്ടെടുക്കാൻ താല്പര്യമുണ്ടോ? അവർക്ക് DCF പ്രസ്ഥാനം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മാതൃത്വം, പിതൃത്വം
എല്ലാം നമുക്ക് നേടിയെടുക്കാം. എന്നും നമ്മൾ നൽകിയിട്ടുള്ളവരാണ്. പണ്ടൊക്കെ ചോദിക്കുമ്പോൾ നന്ദി വേണോ പണം വേണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് നന്ദി മതി എന്ന് പറഞ്ഞ് എല്ലാം നൽകിയിട്ടുള്ളവരാണ്. പക്ഷെ ഇന്നും നമുക്കെല്ലാം വേണം. കാരണം അടിച്ചമർത്തലിന്റെ കീഴിൽ ഇനിയും ഞെരിഞ്ഞമരാനുള്ളതല്ല ഓരോ അധികൃത വർഗത്തിന്റെയും ജീവിതം. അവർ ഈ രാജ്യത്തെ നല്ലൊരു ഉന്നതിയിലുള്ള ഒരു ആദിദ്രാവിഡ രാഷ്ട്ര സമ്പന്ന സൃഷ്ടികളായി മാറുവാൻ ഓരോ ഈ മുടക്കുള്ള ഓരോ സഹോദരങ്ങളെയും ഈ ദ്രാവിഡ ഐക്യമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പുനഃപരിശീലന നാമത്തിൽ